Hi all, once again welcome back to AE Learning Hub. We began the story, The Mysterious Picture, written by Charles D. Coster in the last class. You may have learned that it's a story about Till Spiegel, a painter from Flanders. In the beginning of the story, he was wandering from court to court and reached the palace of the Archduke of Battenberg. He presented a painting to the Archduke, and through his cunning words, he was appointed as the court painter. Even the Archduke said that Till was a talkative fellow. This is what you learned from the last class. Let's go through the rest part of the story. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോയത്. എന്തായിരുന്നു? ആർച്ച്ഡ്യൂക്കിൻ്റെ, അതായത് ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്കിൻ്റെ പാലസിലേക്ക് ടില്ല് വരുന്നു. ടില്ല് അവൻ്റെ സൂത്രപരമായിട്ടുള്ള വാക്കുകളിലൂടെ അവിടുത്തെ കോർട്ട് പെയിൻറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കാം. 4th paragraph. Your Highness, may it please you to remember me and my donkey Jeff for just one more minute? Till replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps Your Highness can even hear it now. I have been feeding myself with the dreams of good food and drink at your royal table. Okay. Your Highness, we know that the Your Highness, the word Your Highness is used as respect to the Archduke. ആർച്ച്ഡ്യൂക്കിന് അല്ലെങ്കിൽ രാജാക്കന്മാരെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഏത്? യുവർ ഹൈനസ് എന്ന് പറയുന്നത്. യുവർ ഹൈനസ്, ദാറ്റ് മീൻസ് ആർച്ച്ഡ്യൂക്ക്, may it please you to remember me and my donkey. May it please you to remember me and my donkey. അതായത് ടില്ലിനെ കുറിച്ചും ടില്ലിൻ്റെ കഴുതയെക്കുറിച്ചും ഒരു നിമിഷം കൂടി സംസാരിച്ചാൽ അത് അങ്ങേക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടില്ല് അങ്ങനെ ചോദിക്കുന്നത്. May it please you to remember me and my donkey Jeff. So what is the name of Till's donkey? Jeff. For just one more minute. Till replied. That means in the 3rd paragraph, Archduke has asked a question. What was that? You are a very talkative fellow, aren't you? നീ നല്ലൊരു സംസാരപ്രിയനാണല്ലേ എന്ന് ചോദിച്ചു വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത് അല്ലേ? അതിൻ്റെ മറുപടിയായിട്ട് ടിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടിൽ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിം ആൻഡ് ഹിസ് ഡോങ്കി. ടിൽ അവൻ്റെ ഡോങ്കിയെക്കുറിച്ചും അവനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതായത് ജെഫ് എന്ന് പറയുന്ന തൻ്റെ ഡോങ്കിയെക്കുറിച്ചൊക്കെ ആരോട് പറയാണ്? ആർച്ച്ഡ്യൂക്കിനോട് പറയാണ്. My donkey has been feeding himself fairly well all along the way on the thorns and the hedges and the grass on the roadside. My donkey, the Jeff, has been feeding himself. Feed means ഫുഡ് കഴിക്കുക, ആഹാരം കഴിക്കുക. എൻ്റെ ജെഫ് എന്ന് പറയുന്ന ഡോങ്കി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു? ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതെങ്ങനെ? ഹിംസെൽഫ് ഫെയർലി വെൽ, വെരി ഗുഡ്, വെരി ഫെയർലി, വളരെ നന്നായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എപ്പോൾ? ഓൾ അലോങ് ദ വേ ടു ദി പാലസ് ഓഫ് ബാറ്റൻബർഗ് ഓൺ ദി തോൺസ് ഇൻ ദ ഹെഡ്ജസ് ആൻഡ് ദി ഗ്രാസ് ഓൺ ദി റോഡ് സൈഡ്. ഈ ബാറ്റൻബർഗിലേക്ക് വരുന്ന വഴി മുഴുനീളം ജെഫ് എന്ന് പറയുന്ന ടില്ലിൻ്റെ ഡോങ്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഫീഡിങ് ഹിംസെൽഫ് ഗ്രാസ് ഓൺ ദി റോഡ് സൈഡ്. ആ റോഡ് സൈഡിലുള്ള പുല്ല് മുഴുവൻ അവൻ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുകളിലായിട്ട് എന്ത് പറയുന്നുണ്ട്? തോൺസ് ഇൻ ദ ഹെഡ്ജസ്. ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫെൻസ് ഫോംഡ് ബൈ ക്ലോസ്ലി ഗ്രോയിങ് ബുഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിയാണ്. അതായത് നമുക്കറിയാം ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ബുഷ്, കുറ്റിച്ചെടികളൊക്കെ വെച്ചിട്ട് തീർക്കുന്ന വേലിക്കാണ് ഹെഡ്ജസ് എന്ന് പറയുക. ആ ഹെഡ്ജസിലുള്ള തോൺ എന്ന് പറഞ്ഞാൽ മുള്ള്, ആ മുള്ളും അതുപോലെ റോഡ് സൈഡിലുള്ള വേലിയിലുള്ള മുള്ളും റോഡ് സൈഡിലുള്ള പുല്ലൊക്കെ തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആർക്ക് പണി? ജെഫിന് പരിപാടി. അതായത് ജെഫ് എന്താണ്? ഹി ഈസ് ഫുൾ, അയാളുടെ വയറ് ഫുള്ളാണ്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദി പാസ്റ്റ് 3 days. But Till said that he had nothing to eat for the past 3 days. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ടിൽ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദി പാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസം ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ടിൽ ആർച്ച് ഡ്യൂക്കിനോട്, രാജകുമാരനോട് പറയുന്നത്.
My stomach has been complaining very loudly. My stomach has been complaining very loudly. എൻ്റെ സ്റ്റൊമക്ക്, എൻ്റെ വയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹാസ് ബീൻ കംപ്ലൈനിങ്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഒരുപാട് വിശക്കുമ്പോൾ വയറ്റിൽ നിന്നൊക്കെ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങില്ലേ. ടില്ല് പറയുകയാണെന്ത്, മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലതും തിന്നാൻ തരുമോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Perhaps your highness can even hear it now. Perhaps means maybe. Maybe your highness, archduke, can even hear it now. ചിലപ്പോൾ താങ്കൾക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവും? കേൾക്കുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ് ആര്? ടില്ല്. I have been feeding myself with dreams of good food and drink at your royal table. I have been feeding myself. Till said that he had been feeding himself. Till എന്താ പറയുന്നത്? ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നതായിരുന്നു. എവിടെയാണ്? വിത്ത് ഡ്രീംസ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരുപാട് ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ആ സ്വപ്നത്തിലെ ടില്ലിൻ്റെ ആഹാരം നല്ല ഫുഡും നല്ല ഡ്രിങ്കും നല്ല പാനീയങ്ങളൊക്കെ ആ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നു. അതും എവിടെ ഇരുന്നാ ടില്ല് കഴിക്കുന്നത്? അറ്റ് ആർച്ച് ഡ്യൂക്സ് റോയൽ ടേബിൾ. റോയൽ എന്ന് പറഞ്ഞാൽ രാജകീയമായ, രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ ടേബിളിനെയാണ് റോയൽ ടേബിൾ എന്ന് പറയാം. ആ രാജാവിൻ്റെ രാജകീയമായ ആ ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട് ടില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറയുന്നത്. ആൻഡ് വൈ ഡിഡ് ഹി സേ സോ? എന്തായിരിക്കും അവൻ അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ടിൽ വിഷ്ഡ് ടു ഈറ്റ് അറ്റ് ദ റോയൽ ടേബിൾ. ആ റോയൽ ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം ആർക്കുണ്ട്? ടില്ലിനുണ്ട് എന്നുള്ളത് പറയാതെ പറയുകയാണ് ആര്? നമ്മുടെ ടില്ല് ചെയ്യുന്നത്. ആർച്ച് ഡ്യൂക്കിന് സംഗതി മനസ്സിലാവുകയും ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ. സോ എനിവേ ഹിസ് സ്റ്റൊമക്ക് ഹാഡ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി ആൻഡ് പെർഹാപ്സ് ഹിസ് ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ത്രൂ ദാറ്റ് വേർഡ് സ്റ്റിൽ മീൻസ് ദാറ്റ് ഹി ഈസ് വെരി ഹംഗ്രി നൗ. ആ സമയത്ത് അവൻ എന്താണ്? നല്ല വിശപ്പുണ്ട്. ആൻഡ് ഹി വിഷ് ടു ഈറ്റ് അറ്റ് ദ റോയൽ ടേബിൾ. അതുപോലെ റോയൽ ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് ഒരു ട്രിക്കി വേയിലൂടെ ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു. The archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" The archduke smiled. After hearing those words from Till, archduke smiled. ഇതൊക്കെ കേട്ടപ്പോൾ ആർച്ച്ഡ്യൂക്കിന് ഒരു ചിരി വന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി. And said, "Well, my dear fellow," fellow means friend. "Well, my dear fellow, my dear friend, you will certainly have." Certainly means surely, തീർച്ചയായിട്ടും. You certainly have something more solid than dreams to feed on. നീ സ്വപ്നത്തിൽ കണ്ടതിലേക്കും വെച്ച് more solid, നല്ല കനത്തിൽ തന്നെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം തരുന്നുണ്ട്. But where is your donkey? But where is your Jeff the donkey? പക്ഷെ ജെഫ് എന്ന് പറയുന്നത് നിന്റെ ഡോങ്കി എവിടെ എന്നാര് ചോദിച്ചു? ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. ആർച്ച് ഡ്യൂക്ക് asked that where the donkey was. I left him outside, opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Tilly. I left him outside. The Till replied that he had left the donkey outside. Donkey എവിടെ നിർത്തിയിരിക്കുകയാണ്? പുറത്ത് നിർത്തിയിരിക്കുകയാണ്. Opposite the palace. അതും എവിടെയായിട്ട്? പാലസിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ട്. I shall be most grateful. I shall be most thankful if Jeff is looked after. Grateful എന്ന് പറഞ്ഞാൽ thankful, നന്ദിയുള്ളവൻ. Look after എന്ന് പറഞ്ഞാൽ take care of, പരിപാലിക്കുക എന്നുള്ള അർത്ഥത്തിൽ. I shall be, the Till should be most grateful if Jeff is looked after. ഈ ജെഫ് എന്ന് പറയുന്ന ഡോങ്കിയെ നല്ലപോലെ നോക്കുകയാണെങ്കിൽ, നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ ജെഫ് എന്താവും? നല്ല നന്ദിയുള്ളവനായിരിക്കുമെന്നാണ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു കൊടുക്കുന്നത്. He needs a little fodder and lodging at night. The donkey only needs a little fodder. Fodder means animal food. കാലിത്തീറ്റയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ഫോഡർ എന്ന് പറയുന്നത്.
fodder. He needs only a little fodder. അവൻ എന്ത് മാത്രം കൊടുത്താൽ മതി, കുറച്ച് കാലിത്തീറ്റ, വൈക്കോലും പുല്ലൊക്കെ അടങ്ങിയ ഒരു കാലിത്തീറ്റയും. ആൻഡ് ലോഡ്ജിങ്. ലോഡ്ജിങ് മീൻസ് അക്കമഡേഷൻ ഓർ ഷെൽട്ടർ, അഭയം. വെയിലും മഴയൊന്നും കൊള്ളാതെ മഞ്ഞൊന്നും കൊള്ളാതെ ഒരു അഭയസ്ഥലവും അവന് കൊടുത്താൽ മതി. അത്ര മാത്രമേ ആർക്ക് ആവശ്യമുള്ളൂ, ഡോങ്കിക്ക് ആവശ്യമുള്ളൂ എന്ന് ആര് പറഞ്ഞു? സെറ്റ് ടില്ല് പറയുകയാണ് ആർച്ച് ഡ്യൂക്കിനോട്. The archduke immediately ordered the donkey to be taken care of, and he added, "Treat it like one of my own animals." The archduke immediately ordered, after hearing all these things about donkey, archduke immediately ordered. Immediately means suddenly, വളരെ പെട്ടെന്ന് തന്നെ. ordered. രാജാക്കന്മാരൊക്കെ ഓർഡർ ചെയ്യാന്നുണ്ട്. എന്താ അർത്ഥം? രാജാക്കന്മാർ കൽപ്പിച്ചു അല്ലേ, ഭടന്മാരോടൊക്കെ കൽപ്പിക്കുകയാണ്. The archduke immediately ordered the donkey to be taken care of, and he added, "Treat it like one of my own animals." Own means സ്വന്തം. എൻ്റെ സ്വന്തം മൃഗങ്ങളെ നോക്കുന്നത് പോലെ ഇനി ആരുടെ ഡോങ്കിയെ? ടില്ലിൻ്റെ ഡോങ്കി എന്ന് പറയുന്ന, ജഫ് എന്ന് പറയുന്ന ഡോങ്കിയെ നോക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, കൽപ്പനയിട്ടു. ആരെവിടെ? ആ ഡോങ്കിയെ എന്ത് ചെയ്യൂ? എൻ്റെ മൃഗങ്ങളെപ്പോലെ, ഞാൻ നോക്കി വളർത്തുന്ന മൃഗങ്ങളെപ്പോലെ നോക്കാൻ വേണ്ടി കൽപ്പിച്ചു. 5th paragraph. Before long, supper was served, and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like the water. The courtiers stuffed themselves with the choicest dishes. The archduke made Till eat and drink until his stomach was about to burst. The archduke too ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, "Our court painter must paint our portrait, so that we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. It is sad to think of death. We do not know when God will think fit to summon us, but our portrait should be painted." എന്താ പറയുന്നേ? ബിഫോർ ലോങ് മീൻസ് വെരി സൂൺ, അധികം വൈകാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ. ബിഫോർ ലോങ് supper was served and it was like a wedding feast. അധികം വൈകാതെ തന്നെ എന്ത് ചെയ്തു? താഴം അവിടെ റെഡിയായി അല്ലേ. സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ്. ആ ഒരു സപ്പർ എന്തുപോലെയാണ് കണ്ടത്? ഇറ്റ് വാസ് ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ്, ഒരു കല്യാണ വിരുന്ന്, ഒരു വിവാഹ സദ്യ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ, വിരുന്ന് എന്നൊക്കെയാണ് അർത്ഥം. ഒരു വിവാഹ സദ്യക്കുള്ള വിഭവങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. On that royal table the supper looked like a wedding feast. ആ റോയൽ ടേബിളിന് മുകളിൽ ആ സപ്പർ ഒരു വിവാഹ സദ്യ പോലെയാണ് എന്ത് ചെയ്തത്? കാണപ്പെട്ടത്. Before long supper was served and it was like a wedding feast. The tables were loaded with every kind of food and drink. The tables were loaded ചെയ്യാന്ന് പറഞ്ഞാൽ filled, നിറയ്ക്കുക. With every kind of food and drink. എല്ലാവിധ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടും പാനീയങ്ങൾ കൊണ്ടും ആ ഒരു ടേബിൾ എന്തായിട്ടുണ്ടായിരുന്നു? ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചിക്കന് ചിക്കൻ, ബീഫിന് ബീഫ്, മട്ടന് മട്ടൻ, അല്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ എന്തുണ്ടായിരുന്നു? ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. Wine flowed like water. Wine means വീഞ്ഞ്, മദ്യം എന്ന് പറയാം അല്ലേ. വീഞ്ഞ്, പഴച്ചാറ് കുറേ കാലം സൂക്ഷിച്ചുണ്ടാക്കുന്ന സംഗതിയാണെന്ന് പറയുന്നത് വൈൻ എന്ന് പറയുന്നത്. എനിവേ, വൈൻ ഫ്ലോവ്ഡ് ലൈക്ക് വാട്ടർ. അവിടെ വീഞ്ഞ് എന്ന് പറയുന്നത് വെള്ളം പോലെ എന്ത് ചെയ്തു? ഒഴുകി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വൈൻ അവിടെ ഉണ്ടായിരുന്നു. The courtiers stuffed themselves with the choicest dishes. Courtiers means കൊട്ടാരത്തിലെ ആളുകൾ, രാജാവുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? കോർട്ടിയേഴ്സ്, രാജഭൃത്യന്മാർ എന്നൊക്കെ പറയും. The courtiers stuffed themselves with the choicest dishes. The courtiers, ആ courtiers ആയിട്ടുള്ള അവിടെയുള്ള കൊട്ടാരത്തിലെ ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു? Stuffed themselves, filled their mouth, filled their stomach with the choicest dishes. Dish means food, ആഹാരം. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊണ്ട് അവരവരുടെ വയറിങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല തീറ്റയാണ് എല്ലാവരും.
The Archduke made a child eat and drink until his stomach was about to burst. That means the Archduke shows his hospitality. തൻ്റെ ആതിഥ്യ മര്യാദ ആരവിടെ കാണിക്കുന്നുണ്ട്? ആർച്ച് ഡ്യൂക്ക് അവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാ? The Archduke made a till eat. ആർച്ച് ഡ്യൂക്ക് ടില്ലിനെ കഴിപ്പിച്ചു. ആൻഡ് ഡ്രിങ്ക് കുടിപ്പിച്ചു. until ഏതുവരെ? his stomach was about to burst. burst means പൊട്ടുക. ടില്ലിൻ്റെ വയറ് പൊട്ടുന്നത് വരെ, നിറയുന്നത് വരെ ആർച്ച് ഡ്യൂക്ക് അവനെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചിക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കും, പിന്നെ ഒരു ബീഫിൻ്റെ കഷ്ണം കൊടുക്കും, പിന്നെ മട്ടൻ്റെ കഷ്ണം കൊടുക്കും, പിന്നെ ഒരു വീഞ്ഞിൻ്റെ ഗ്ലാസ് കൊടുക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് എന്ത് ചെയ്തു? അവനെ ആ വയറ് പൊട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നത് വരെ കഴിപ്പിച്ചു. ദ ആർച്ച് ഡ്യൂക്ക് ടു ate archly. ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? വളരെ ഹാർട്ട്ലി മീൻസ് സിൻസിയർലി, ജോയ്ഫുള്ളി, സന്തോഷത്തോട് കൂടിയിട്ട് ആഹാരം കഴിച്ചു. His face was flushed with drink. His face was flushed. Flushed means redden, ചുവക്കുക, തുടുക്കുക എന്നൊക്കെ പറയും. വിത്ത് ഡ്രിങ്ക്, ഓരോ പാനീയങ്ങളെ കുടിച്ചിട്ട്, അതായത് ഈ വീഞ്ഞൊക്കെ കുടിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. ആരുടെ? ആർച്ച് ഡ്യൂക്കിൻ്റെ. But he seemed lost in thought. But suddenly the Archduke seemed lost in thought. He was thinking about something. പെട്ടെന്ന് ആർച്ച് ഡ്യൂക്ക് എന്തോ ഒരു ആലോചനയിലേക്ക് പോയതുപോലെ ആർക്ക് തോന്നി? ടില്ലിന് തോന്നി, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം വേറെ he suddenly become lost in thought. പെട്ടെന്ന് എന്തോ ഒരു ചിന്തയിലേക്ക് പോയി. And he suddenly looked up and said loudly. എന്നിട്ട് വേഗം മുകളിലേക്ക് നോക്കിയിട്ട് ഒച്ചത്തിൽ പറയാണ്, our court painter must paint our portrait. Our court painter. Who is the court painter now? Till is the court painter of the palace Battenberg. Battenberg എന്ന് പറയുന്ന പാലസിലെ, അവിടുത്തെ പാലസിലെ കോട്ട് പെയിൻറ്റർ ഇപ്പോൾ ആരാണ്? ടില്ലാണ്. ദാറ്റ് മീൻസ് ടിൽ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. പോർട്രേറ്റ് മീൻസ് പെയിൻറ്റിങ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ചിത്രത്തിനെയാണ് എന്തെന്ന് പറയുക? പോർട്രേറ്റ് എന്ന് പറയുക. ഛായാചിത്രം എന്നൊക്കെ പറയും മലയാളത്തിൽ. ദാറ്റ് മീൻസ് ആർച്ച് ഡ്യൂക്ക് വാണ്ട്സ് ടിൽ ടു പെയിൻറ്റ് ഹിസ് പോർട്രേറ്റ്. ആർച്ച് ഡ്യൂക്കിന് എന്താ ആവശ്യമുണ്ട്? ടിൽ അദ്ദേഹത്തിൻ്റെ, ആർച്ച് ഡ്യൂക്കിൻ്റെ എന്ത് വരയ്ക്കണം? ഒരു പെയിൻറ്റിങ് വരയ്ക്കണം, ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ് ആരൊച്ചത്തിൽ പറഞ്ഞത്? ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ് so that we will have the satisfaction of leaving our memory to our descendants. If till paint the portrait of the Archduke, he will have the satisfaction of leaving his memory to our descendants. The satisfaction എന്ന് പറഞ്ഞാൽ ആശ്വാസം, descendants എന്ന് പറഞ്ഞാലോ ഓഫ് സ്പ്രിങ്, ഹെയർ, ഡിസെൻഡ് എന്നൊക്കെ പറയുന്നത് വരും തലമുറ, പിൻതലമുറയ്ക്കാണ് എന്തെന്ന് പറയുക? ഡിസെൻഡൻസ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദി സാറ്റിസ്ഫാക്ഷൻ, അദ്ദേഹത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ടാണല്ലോ ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തു നിന്നും പോയത് എന്നുള്ളൊരു ആശ്വാസം ആർക്കുണ്ടാകും? ആർച്ച് ഡ്യൂക്കിന് ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ആർച്ച് ഡ്യൂക്കിൻ്റെ ചിത്രം ആ ഒരു പാലസിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും ഇനി വരാനിരിക്കുന്ന രാജാക്കന്മാർക്കും അവരുടെ മക്കൾക്കൊക്കെ എന്ത് കാണാം? ഇങ്ങനെയൊരു ആർച്ച് ഡ്യൂക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പറയാൻ കഴിയും. അതായത് അദ്ദേഹത്തിൻ്റെ മെമ്മറി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് എവിടെ നിലനിർത്താൻ പറ്റും? ആ ഒരു പാലസിൽ നിലനിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ടില്ലിനോട് എന്ത് വരയ്ക്കാൻ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് അദ്ദേഹം വരയ്ക്കാൻ പറയുന്നത്. So we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. We too have to take our place in history. എനിക്കും എന്തിലിടം നേടാം? ചരിത്രത്തിൽ ഇടം നേടാൻ ഈ ഒരു ചിത്രത്തിലൂടെ സാധിക്കും. I have to take our place in history along with our noble ancestors. Noble means ശ്രേഷ്ഠരായ, good, നല്ലവരായ. Ancestors means forefathers. Forefathers means
പൂർവികർ അല്ലേ, അതായത് ആർച്ച് ഡ്യൂക്കിൻ്റെ ഫാദറോ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പന്മാരൊക്കെയാണ് എന്തെന്ന് പറയുക, ആൻസസ്റ്റേഴ്സ് എന്ന് പറയാം. അതായത് ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ ആൻസസ്റ്റേഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ചിത്രങ്ങൾ എവിടെയുണ്ട്? ആ ഒരു പാലസിലുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ആരുടെ ചിത്രം കൂടി വേണമെന്ന് ആരാഗ്രഹിക്കുന്നു? ആർച്ച് ഡ്യൂക്ക് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഹി ഹാവ് ടു ടേക്ക് ഹിസ് പ്ലേസ് ഇൻ ഹിസ്റ്ററി along with our noble ancestors whose portraits adorn these walls. Already the walls are adorned by the portraits of the ancestors. അല്ലേ, അഡോൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ്, അലങ്കരിക്കുക. ആദ്യം തന്നെ ആ ഒരു പാലസിലെ വാള്, ചുമരുകളൊക്കെ എന്തിനാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്? ഈ ഒരു ആൻസസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതിൽ ചിലപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവാം, ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ടാവാം. അവരുടെയൊക്കെ ചിത്രങ്ങൾ ഓൾറെഡി ആ ഒരു വാളിലുണ്ട്. അവരുടെ ഒപ്പം എനിക്കും എന്താണ്, എൻ്റെ ചിത്രം കൂടി വരച്ച് വെക്കണമെന്ന് ആർക്കും ആഗ്രഹം? ആർച്ച് ഡ്യൂക്കിന് ഒരാഗ്രഹം. ഹി ഹാവ് ടു ടേക്ക് ഹിസ് പ്ലേസ് ഇൻ ഹിസ്റ്ററി അലോങ് വിത്ത് ഹിസ് നോബൽ ആൻസസ്റ്റേഴ്സ് ഹൂസ് പോർട്രേറ്റ്സ് അഡോൺ ദീസ് വാൾസ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്, ബട്ട് വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ അസ്. സമ്മൺ മീൻസ് കാൾ ഫോർ, അല്ലെങ്കിൽ ഓർഡർ ടു ബി പ്രസൻറ്റ്, കോൾ ബാക്ക്, തിരിച്ചു വിളിക്കുക. ദൈവം തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെത്ത്, മരണമാണ് അല്ലേ. അപ്പം എന്താ പറയുന്നത്? വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ അസ്. ദൈവം എന്നാണ് നമ്മളെ തിരിച്ചു വിളിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. അതെന്നാന്ന് അറിയാത്തത് കൊണ്ടും എന്ത് ചെയ്യണം? അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. എൻ്റെ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. ചിത്രം വരയ്ക്കണം. അപ്പോൾ ആരാ വരയ്ക്കേണ്ടി വരിക? Till has to paint the portrait of the Archduke. Till quickly replied, "Your lordship's slightest wish is to me command. All the same, I do feel rather unhappy about painting your lordship all by yourself. Is it not terrible to think of your lordship being lonely for ever and ever? Don't you think, ladies and gentlemen, that his highness should be accompanied at least by her highness, her ladies, the noble generals and captains who adorn this court? A court like this has few rivals in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns." So, the Archduke ordered or commanded Till to portrait his painting, to draw a portrait of Archduke. ആർച്ച്ഡ്യൂക്കിൻ്റെ പെയിൻറ്റിങ് വരയ്ക്കണമെന്ന് ആരോട് പറയുന്നു? ടില്ലിനോട് പറയുന്ന സമയത്ത് ടിൽ ക്വിക്ക്ലി റിപ്ലൈഡ്. റാപ്പിഡ്ലി റിപ്ലൈഡ്. ടില്ല് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്? മറുപടി കൊടുക്കുകയാണ്. എന്താ മറുപടി കൊടുത്തത്? "Your lordship's slightest wish is to me command." Slightest means very small, ചെറിയ, ഏറ്റവും ചെറിയ. Your lordship means another usage of your highness. Your highness എന്നുള്ളതിന് പകരം അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ത്? Your lordship എന്ന് പറയുന്നത്. Your highness or your lordship's slightest wish is to me command. അങ്ങയുടെ, രാജാവിൻ്റെ അല്ലെങ്കിൽ രാജകുമാരൻ്റെ ചെറിയ ഒരു ആഗ്രഹം പോലും എനിക്കുള്ള എന്താണ്? കൽപ്പനയാണ്, എനിക്കുള്ള ആജ്ഞയാണ്, കമാൻഡാണ്, ഓർഡറാണ്, ആജ്ഞയാണ്, കൽപ്പനയാണ് എന്നാണ് ആര് പറയുന്നത്? ടിൽ എന്ന് പറയുന്നത്. അതായത് ഹി ഈസ് റെഡി ടു ഡ്രോ ദ പോർട്രേറ്റ്. അതായത് ഞാനത് വരയ്ക്കാൻ എന്താണ്? ബാധ്യസ്ഥനാണ് എന്ന് ആര് പറയാണ്? ടില്ല് പറയാണ്. ഓൾ ദ സെയിം, എന്നാൽ അതേ സമയം all the same, I do feel rather unhappy about painting your lordship all by yourself. All by yourself means alone, ഒറ്റയ്ക്ക്. I do feel rather unhappy. Till replied that he felt rather unhappy. ടില്ലിന് എന്ത്? ഒരു സന്തോഷമില്ലായ്മ തോന്നുകയാണ്. എന്തുകൊണ്ടാ? About painting your lordship all by yourself. About painting your lordship all alone. അങ്ങയുടെ മാത്രം, അങ്ങ് ഒറ്റയ്ക്കുള്ള ചിത്രം വരയ്ക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? സങ്കടം തോന്നുന്നുണ്ട്. അതായത് രാജാവിൻ്റെ ഒറ്റയ്ക്കുള്ള ചിത്രം വരയ്ക്കാൻ ആർക്ക് വയ്യ? ടില്ലിന് വയ്യ. അദ്ദേഹത്തിന് അത് സങ്കടം ഉണ്ടാക്കുന്നു എന്നാണ് ടില്ല് പറയുന്നത്. എന്താ കാരണം? "Is it not terrible to think of your lordship being lonely for ever and ever?" Is it not terrible? Terrible means fearful, ഭയാനകം, പേടിപ്പെടുത്തുന്നത്.
ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ? ഇത് ഭയാനകമല്ലേ? ടു തിങ്ക് ഓഫ് യുവർ ലോഡ്ഷിപ്പ് ബീയിങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. കാലങ്ങളോളം, ഇനിയുള്ള കാലം മുഴുവൻ അങ്ങ് ആ ചുമരിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒരു ടെറിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ഭയാനകമായിട്ടുള്ളൊരു കാര്യം അല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? ടില്ല് ചോദിക്കുന്നത്. അങ്ങ് ഒറ്റയ്ക്ക് എങ്ങനെ കാലങ്ങളോളം ഇനി അങ്ങോട്ട് നിൽക്കണ്ടേ? അത് കുറച്ച് പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ടൊരു കാര്യമല്ലേ? ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? ടില്ല് അത് ഒറ്റയ്ക്ക് ചോദിക്കുന്നതിന് ശേഷം ഇനി അവിടെയുള്ള ആളുകളോടൊക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളും വിചാരിക്കുന്നില്ലേ ദാറ്റ് ഹിസ് ഹൈനസ് ഷുഡ് ബി അക്കംപനീഡ് അറ്റ് ലീസ്റ്റ് ബൈ her highness, her ladies, the noble generals and captains who adorn this court? Adorn means decorate, അലങ്കരിക്കുക. അപ്പം എന്താ ചോദിക്കുന്നത്? ഡോണ്ട് യു തിങ്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളും വിചാരിക്കുന്നില്ലേ ദാറ്റ് ഹിസ് ഹൈനസ് ഷുഡ് ബി, ദ ആർച്ച് ഡ്യൂക്ക് ഷുഡ് ബി അക്കംപനീഡ്. അക്കംപനി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, പിന്തുടരുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുക. The Archduke should be accompanied at least by her highness. ഈ രാജാവിൻ്റെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ, രാജകുമാരൻ്റെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഹെർ ഹൈനസ് എന്ന് പറഞ്ഞാൽ വൈഫ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഉണ്ടാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഹെർ ലേഡീസ്, തോഴിമാരും ഉണ്ടാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ദ നോബിൾ ജനറൽസ്, ജനറൽ എന്ന് പറഞ്ഞാൽ പടത്തലവൻ എന്നൊക്കെ മലയാളത്തിൽ പറയും. ആർമി ഓഫീസർ ഓഫ് ഹൈ റാങ്കിലുള്ള ആർമി ഓഫീസർ, പട്ടാളത്തിലെ മെയിൻ ഉദ്യോഗസ്ഥനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ തോഴിമാരും അതോടൊപ്പം ആർച്ച് ഡ്യൂക്കിൻ്റെ ജനറൽസിനെയും ക്യാപ്റ്റൻസിനെയും ഒക്കെ കൂടെ വെക്കണ്ടേ, കൂടെ വരയ്ക്കണ്ടേ? അവരാണ് എന്ത് ചെയ്യുന്നത്? ഹു അഡോൺ ദിസ് കോർട്ട്, ഈ ഒരു കൊട്ടാരത്തെ അലങ്കരിക്കുന്നത് ഇവരൊക്കെയാണ്. രാജാവും രാജാവിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തോഴിമാരും ക്യാപ്റ്റൻസും ജനറൽസും ഒക്കെയാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഭംഗി, ഈ കൊട്ടാരത്തിന് അലങ്കരിക്കുന്നത്. അപ്പം അവരെല്ലാവരും കൂടെയുള്ള ഒരു പോർട്രേറ്റ് അല്ലേ നമ്മൾ വരയ്ക്കേണ്ടത് എന്നാണ് ആര് ചോദിക്കുന്നത്? ടില്ല് ചോദിക്കുന്നത്. A court like this has few rivals in splendor, loveliness and chivalry. എന്താ പറയുന്നത്? Till says that a court like this has few rivals. Rivals means enemy, ശത്രുക്കൾ, opponents, എതിരാളികൾ. എന്തിലാ? ഈ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ്. അതായത് ഇവിടെ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് എന്താണ്? നെഗറ്റീവാണ്. എ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് എന്ന് പറഞ്ഞാൽ എതിരാളികളില്ല എന്നാണ് അർത്ഥം കേട്ടോ. എന്തിലെതിരാളികളില്ല? ഇൻ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, മനോഹാരിത, ഭംഗി. ലവ്ലിനെസ് മീൻസ് അട്രാക്റ്റീവ്, ആകർഷണീയത. ആൻഡ് ഷിവൽറി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ക്വാളിറ്റി, ധീര ഗുണം, അവിടുത്തെ ആളുകളുടെ ഗുണം. അപ്പോൾ ഭംഗിയുടെ കാര്യത്തിലും ആകർഷണീയതയുടെ കാര്യത്തിലും ധീരഗുണത്തിൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിന്, ബാറ്റൻബർഗിലെ ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിന് എന്തില്ല? എതിരാളികൾ ആരും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ടില്ല് എന്ത് ചെയ്യണം? ഒന്ന് പൊക്കി അടിക്കുകയാണ് അല്ലേ. ടില്ല് പറയാണ്, ഭംഗിയുടെ കാര്യത്തിലാണെങ്കിലും ഷിവൽറിയുടെ കാര്യത്തിലാണെങ്കിലും സ്പ്ലെൻഡറുടെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഈ ഒരു പാലസിനോട് എതിരിട്ട് നിൽക്കാൻ എതിരാളികളൊന്നും തന്നെ ഇല്ല. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. And in the midst എന്ന് പറഞ്ഞാൽ middle, മധ്യത്തിൽ. In the midst of such valor and beauty. Valor means courage, ധൈര്യം. Beauty, മനോഹാരിത. In the midst of such valor and beauty, ആ ധൈര്യത്തിൻ്റെയും ആ മനോഹാരിതയുടെയും നടുക്കായിട്ട്, മധ്യത്തിലായിട്ട്. അതായത് ഇവിടെ വേലർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ക്യാപ്റ്റൻസിനെയും ജനറൽസിനെയും അങ്ങനത്തെ ധീരന്മാരായിട്ടുള്ള ആളുകളെ. ബ്യൂട്ടി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹെർ ഹൈനസിനെയും അവരുടെ ലേഡീസിനെയും തോഴിമാരെയൊക്കെ അടങ്ങുന്ന ആ ഒരു സൗന്ദര്യമുള്ള ഭാഗത്തിൻ്റെയൊക്കെ കൂട്ടെ, അതിൻ്റെയൊക്കെ മധ്യത്തിലായിട്ട്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് വേലർ ആൻഡ് ബ്യൂട്ടി ഐ വിൽ മേക്ക് ദ ലോർഡ് ആൻഡ് ദ ലേഡി ഷൈൻ. ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫിനെയും എന്ത് ചെയ്യും? ഷൈൻ, തിളങ്ങുന്ന പോലെ വരച്ചു വയ്ക്കും. ഫോർത്ത് മീൻസ് ഫോർ എവർ, എന്നേക്കും. ലൈക്ക് ഏതുപോലെ? ദ മൂൺ സറൗണ്ടഡ് ബൈ ലാൻറ്റേൺസ്,
മൂൺ സറൗണ്ടഡ് മീൻസ് ചുറ്റപ്പെടുക ബൈ ലാൻഡേൺ എന്ന് പറഞ്ഞാൽ റാന്തൽ എന്നാണ്. ഇവിടെ നമുക്ക് സ്റ്റാർസ് നക്ഷത്രങ്ങൾ എന്ന് എടുക്കാം. ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് പോലെ രാജാവിനും ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫിനും ചുറ്റും ഹിസ് ഹൈനസിനും ഹെർ ഹൈനസിനും ചുറ്റും ഞാൻ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഈ ആളുകളെ ക്യാപ്റ്റനെയും ജനറൽസിനെയും ഹെർ ലേഡീസിനെയും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, വരച്ച് വെക്കാം. എന്നേക്കും ആ ഒരു ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫും ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഏതുപോലെ? ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് പോലെ ഞാൻ വരച്ചു വെക്കാം എന്നാണ് ആര് പറയുന്നത്? ടിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ടിൽ ആക്സെപ്റ്റഡ് ദ റിക്വസ്റ്റ് ടു portray the portrait of the Archduke, but he put forward some suggestions. Instead of drawing the picture of Archduke, the lonely picture of Archduke, Till suggested him to draw the picture of Her Highness, her ladies, generals and captains along with the Archduke. ആർച്ച്ഡ്യൂക്കിൻ്റെ ഒപ്പം, ആർച്ച്ഡ്യൂക്കിൻ്റെ ചിത്രം വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് ആരെയൊക്കെ വരയ്ക്കാം? ഹെർ ഹൈനസിനെയും ക്യാപ്റ്റനെയും ജനറൽസിനെയും ലേഡീസിനെയും ഒക്കെ വരച്ചു വെക്കാമെന്നാണ് ആര് സജസ്റ്റ് ചെയ്യുന്നത്, ആര് നിർദ്ദേശിക്കുന്നത്? ടില്ല് നിർദ്ദേശിക്കുന്നത്. ദ ആർച്ച് ഡ്യൂക്ക് തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ആർച്ച് ഡ്യൂക്ക് എന്ത് വിചാരിക്കണം? അത് നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു ആശയമാണെന്ന് ആർച്ച് ഡ്യൂക്കും വിചാരിച്ചു. എന്നിട്ടോ, വെൽ മൈ ഫ്രണ്ട്സ്, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. What reward do you expect for it? Well, my friend, your painting will be a great piece of art. നിന്റെ ഈ ഒരു പിക്ചർ, നിന്റെ ഈ ഒരു പോർട്രേറ്റ് എന്ന ഈ ചിത്രം എന്തായി മാറും? വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. കലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ട് നിന്റെ ഈ ചിത്രം മാറും. താങ്കൾ വരയ്ക്കുന്ന ഈ ഒരു ചിത്രം എന്താവും? ഉദാത്തമായിട്ടൊരു സൃഷ്ടിയായിട്ട് മാറും. And what reward do you expect for it? Reward means പ്രതിഫലം. What reward do you expect for it? Archduke asked till that what reward he expected for that portrait. ആ ചിത്രത്തിന് എന്ത് പ്രതിഫലമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന് ടില്ലിനോട് ചോദിച്ചു. 100 pieces of gold. You can pay me now or later just as you please. ടിൽ എന്താ മറുപടി പറയുന്നത്? 100 pieces of gold. എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങളാണ്, സ്വർണ്ണ കഷ്ണങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞു. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. അത് ഇപ്പോൾ വേണമെങ്കിലും തരാം, കുറച്ച് കഴിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആര് പറഞ്ഞു? ടില്ല് പറഞ്ഞു. അതായത് മുൻകൂട്ടി തന്നാലും കുഴപ്പമൊന്നുമില്ല, ചിത്രം വരച്ചതിന് ശേഷം തന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. Here are the 100 pieces of gold in advance. ഇതാ മുൻകൂറായി തന്നെ നിന്റെ സ്വർണ്ണ നാണയങ്ങൾ നീ പിടിച്ചോട്ടയില്ലേ ടില്ലേ എന്നും പറഞ്ഞിട്ട് ആര് കൊടുത്തു? ആർച്ച്ഡ്യൂക്ക് കൊടുത്തു. ആൻഡ് ഗിവിങ് ഹിം ദ ഗോൾഡ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ സ്വർണ്ണ നാണയം കൈകളിലേക്ക് വെച്ചു കൊടുത്തു. മൈ ലോർഡ്, യു ആർ ദി മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. ജനറസ് മീൻസ് ദാനശീലൻ എന്നുള്ള അർത്ഥത്തിലാണ്. മാസ്റ്റേഴ്സ് പ്രഭുക്കന്മാർ. മൈ ലോർഡ്, യു ആർ ദി മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. മൈ ലോർഡ്, യു ആർ ദി മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. താങ്കളാണ് എന്ത്? ഏറ്റവും വലിയ ദാനശീലൻ എന്നാണ് ആര് പറയുന്നത്? ടില്ല ആർച്ച് ഡ്യൂക്കിനോട് പറയുന്നത്. പൊക്കി അടിക്കുകയാണ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. എൻ്റെ വിളക്ക് താങ്കൾ എന്ത് ചെയ്തിരിക്കുന്നു? എണ്ണ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിപ്പോൾ ഒരുപാട് അങ്ങോട്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ മുഖം നന്നായിട്ട് പ്രകാശിക്കുന്നതിന് കാരണം അങ്ങ് തന്ന ഈ സന്തോഷമാണ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ. ബേൺ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇൻ യുവർ ഹോണർ. അങ്ങയോടുള്ള നന്ദി, അങ്ങയോടുള്ള ആദരവ് കാണിച്ചുകൊണ്ട് ആ വിളക്ക്, അങ്ങയോടുള്ള നന്ദി എന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രകാശിച്ചു കൊണ്ടിരിക്കും എന്നാണ് ആര് പറയുന്നത്? ടില്ല് പറയുന്നത്. സോ ഐ എം ഗോയിങ് ടു wind up here and we will be right back with the 8th paragraph in the next video. Thank you.